Parle Fab in yummy chocolate and vanilla crème. എടാ ഇന്ന് എങ്ങനെയാണ് മട്ടർ പനീർ ഉണ്ടാക്കുന്നത് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ആദ്യം കടായിൽ പനീർ ഇടണം. അപ്പൊ ഈ കടായി എടുത്ത് ഗ്യാസിൽ വെക്കണ്ടേ? സോറി, അതേ വെക്കണം. താങ്ക് യു ഹണി. ആദ്യം കടായി സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഈ മട്ടർ ഇടണം. എടാ നീ ഗ്യാസ് കത്തിക്കേണ്ട കാര്യം പറഞ്ഞതേ ഇല്ലല്ലോ. സോറി. ആദ്യം ഗ്യാസ് കത്തിച്ചതിന് ശേഷം വേണം മട്ടർ ഇടാൻ. എന്റെ സോർദാറെ, ആ സിലിണ്ടർ കാലിയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് വേറൊരു സിലിണ്ടർ ഇവിടെ കൊണ്ടുവരണം. അയ്യോ സോറി, ഒന്നും ഉണ്ടാക്കണ്ട. ഞാൻ മട്ടർ പനീർ കടയിൽ നിന്നും ഓർഡർ ചെയ്തോളാം. പക്ഷെ നീ ഏത് വെബ്സൈറ്റിൽ നിന്നാ ഓർഡർ ചെയ്യാൻ പോകുന്നത്? അതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോന്നേ. അടേ നീ ഒന്നും മിണ്ടാതിരിക്കേ. സോറി. എങ്ങനെയുണ്ട്? കണ്ടോ, എനിക്കൊന്നും പറ്റിയില്ല. നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, നിന്റെ ചുണ്ട് ചുമന്നിരിക്കുക, അതുകൊണ്ടാ മനസ്സിലാവാത്തെ. അയ്യോ ഒന്ന് നിർത്ത്. ഓഹോ, നോക്ക്, നിങ്ങൾ ഇങ്ങനെ നല്ല പിള്ള ചെമഞ്ഞ് നിൽക്കേണ്ട ഒരാവശ്യമില്ല. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുകയായിരുന്നുവെന്ന്. ഓഹോ സോർദാരെ, നീ എന്താ ഇവർ തമ്മിൽ വഴക്ക് കൂടുന്നത് തടയാതിരുന്നത്? ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് മാഡം. ആ 3 ശ്രമങ്ങളാണ് ഈ തലയിൽ കാണുന്നത് മാഡം. ഇത് കണ്ട ഐസ് ട്രേ തിരിച്ചു വെച്ചത് പോലെയുണ്ട്. നോക്കൂ കുട്ടികളെ, ഇങ്ങനെ തല്ല് പിടിക്കുന്നത് ഒരു നല്ല ശീലമല്ല. അതുകൊണ്ടെങ്കിലും ഇനി നിങ്ങൾ തല്ല് പിടിക്കാതെ സൗഹൃദത്തിൽ കഴിയാൻ ശ്രമിക്കണം. ഇനി ഞങ്ങൾ തല്ല് പിടിക്കില്ല മാഡം. പ്രോമിസ്. ഓക്കെ, എന്റെ പുതിയ ഷോ ഇപ്പൊ തുടങ്ങിക്കാണും. വരൂ, നമുക്ക് ഒരുമിച്ചെല്ലാം ചെയ്യാം. എനിക്ക് തോന്നുന്നതേ മേഡത്തിന് ആ ഷോയിലെ നായ്ക്കളെയും പൂച്ചയാണ് കൂടുതൽ ഇഷ്ടമെന്നാണ്. എന്ത്? പക്ഷെ അതെന്താ അങ്ങനെ? ഒന്നാലോചിച്ച് നോക്ക്, നമ്മള് മനുഷ്യന്മാരെ പോലെ തന്നെയല്ലേ കുരുത്തക്കേട് കാണിച്ചു കൂട്ടുന്നത്. സംസാരം ഏകദേശം അവരെ പോലെ തന്നെ. ടിവിയിലുള്ള പൂച്ചയെ പോലെ വേണമെങ്കിൽ ഞാനും സംസാരിക്കാം. ദേ നോക്ക്. കൊച്ചളിയാ, വെറുതെ അവരോട് ചൂടാവണ്ട. നിന്റെ മ്യാവ് കേട്ടപ്പോ ഞങ്ങൾ വരെ ചിരിച്ചുപോയി. ഇനി ഞാൻ കുറച്ച് കാണിച്ചു തരാം. മ്യാവൂ മ്യാവൂ. എന്നാലും സോർദാറേ, നീ കുറച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ശബ്ദം കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുട്ടികളെ, ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി ഖന്ന സാറിന്റെ കൂടെ പുറത്തു പോവുകയാണ്. ഞാൻ വരുന്നവരെ വീടൊന്ന് നോക്കിക്കോണേ. എല്ലാവരും ചേർന്ന് ഭക്ഷണം നല്ല രുചിയായിട്ട് തന്നെ ഉണ്ടാക്കി. താങ്ക് യു കുട്ടികളെ. എന്നാ ഞാൻ പോട്ടെ, വേഗം വരാം. ബൈ 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 മേഡം. ബാലി, ബാലി എന്നാണ് എന്റെ പേര്. മോഷണം, അതാണ് എന്റെ ജോലി. ഇതിപ്പോ നമ്മുടെ കാര്യ കഷ്ടത്തിലായത്. മ്യാവ് മ്യാവ്. അല്ല, എനിക്കെന്താണ് സംഭവിച്ചത്? എനിക്കെന്താണ് കുരയ്ക്കാൻ സാധിക്കാത്തത്? നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ, അതുകൊണ്ടാണ് നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഈ ശബ്ദങ്ങളൊന്നും പുറത്തു വരാത്തെ. നമുക്കൊരു ട്യൂട്ടറെ വെക്കാം, എങ്കിലേ തെറ്റിദ്ധരുത്തി നമുക്ക് മുന്നേറാൻ പറ്റൂ. Slide, swim, glide. Feel the fun of Fab ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. ബാലി, ബാലി എന്നാണ് എന്റെ പേര്. മോഷണം, മോഷണമാണ് എന്റെ ജോലി. ട്യൂട്ടർ,
ഒരു വ്യാജ ട്യൂട്ടറായി ഇവിടെ കയറിക്കൂടാം. സാധനങ്ങൾ, ഈ വീട്ടിലെ ഓരോ സാധനങ്ങളും ഞാൻ മോഷ്ടിച്ചിരിക്കും. വോയിസ് ട്യൂട്ടർ ദാ താഴെ നമ്പറും കൊടുത്തിട്ടുണ്ടല്ലോ. കറക്റ്റ് സമയത്ത് തന്നെയാണ് നോട്ടീസ് കിട്ടിയത്. ഇപ്പോൾ തന്നെ ഈ ട്യൂട്ടറിനെ ഫോൺ ചെയ്ത് വരുത്താം നമുക്ക്. അല്ല നിങ്ങളാരാ? ഇവിടെ ആരാണെന്ന ചോദ്യത്തിന് പ്രശസ്തിയില്ല, പക്ഷെ എന്തിനു വന്നു എന്ന ചോദ്യത്തിന് പ്രശസ്തിയുണ്ട്. ഞാനാണ് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ സ്വന്തം ട്യൂട്ടർ. വരൂ വരൂ ട്യൂട്ടർ സാർ. സോറി, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൊണ്ട് ആളെ തിരിച്ചറിയാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് പേര് പോലും അറിയില്ല. ബാലി. ബാലി എന്താണ് എന്റെ പേര്. ശബ്ദത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ് എന്റെ ജോലി. വരൂ, സമയം ഒട്ടും പാഴാക്കാതെ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യത്തെ വഴിയാണ് മെഡിറ്റേഷൻ. എല്ലാവരും കണ്ണുകൾ അടച്ച് മെഡിറ്റേഷൻ ചെയ്യൂ. ഇനി പറയൂ മിയാവൂ മിയാവൂ. അടിപൊളി. ഇനി പറയൂ ബൗ ബൗ. പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തോളൂ. എന്റെ ശബ്ദത്തിൽ ഒരു ഗ്ലാസ് പൊട്ടാൻ മാത്രമല്ല എക്കോ ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. സത്യമായിട്ടും മധുരം, അതിമധുരം, സ്വരമധുരം. നിങ്ങളുടെ ശബ്ദത്തിൽ ചൂടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഫ്രിഡ്ജിനകത്തേക്ക് കയറിയിരുന്ന് നിങ്ങളുടെ ശബ്ദം തണുപ്പിക്കേണ്ടി വരും. മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും ഫ്രിഡ്ജിന്റെ ഓരോ മൂലയിലായി കയറിയിരുന്നോളൂ. ശബ്ദം മെച്ചപ്പെടുത്താൻ നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യണം. അതിലൊന്നാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. നിങ്ങൾക്കിപ്പോൾ ചൂടിന്റെ ആവശ്യമുണ്ട് കുട്ടികളെ. ഇന്നാണ് തിങ്കളാഴ്ച. ഒരു 10 കിലോമീറ്റർ ഓടുക, ഇടയ്ക്ക് 4 മിനിറ്റ് നിൽക്കുക. അതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ശബ്ദത്തിന് വ്യത്യാസം വരും. ചിലപ്പോ ആ വ്യത്യാസം കൊണ്ടായിരിക്കും വിറയ്ക്കുന്നത്. എന്റെ അമ്മച്ചി, അയ്യോ അത് ഞാനൊരു തമാശ പറഞ്ഞതാണ്. ഒരു റൈമിംഗിൽ അങ്ങ് പറഞ്ഞപ്പോ കൂടെ പറഞ്ഞു പോയതാണ്. ഓടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ തണുപ്പ് പതിയെ മാറിക്കിട്ടുകയും ചെയ്യും. മെഡിറ്റേഷനിലൂടെ തൊണ്ടയിൽ ചൂട് കയറുകയും ചെയ്യും. വേഗം പോയി ഒരു 10 കിലോമീറ്റർ ഓടിയിട്ട് വരൂ. പൂന്തോട്ടത്തിൽ നിറയെ പൂക്കൾ, പൂക്കളെ നോക്കാൻ തോട്ടക്കാരൻ. അവർ തിരിച്ചു വരും വരെ ഞാനാണ് ഇവിടുത്തെ കൊള്ളക്കാരൻ. ഇതെന്തോന്ന് ട്യൂട്ടറായത്? ആദ്യം കണ്ണടപ്പിച്ചു, പിന്നെ ഫ്രിഡ്ജിനകത്ത് കയറ്റി ഇരുത്തി. ഇപ്പതേ പുറത്ത് ഓടാൻ പറഞ്ഞു വിട്ടിരിക്കുന്നു. സത്യത്തിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ തന്നെയാണോ? എനിക്ക് ഈ ട്യൂട്ടറിന് സംശയമുണ്ട്. സംശയമുണ്ടോ? ജോർദാറെ, ഹണി, നിങ്ങൾക്ക് ഇയാളെ സംശയമുണ്ടോ? അയ്യോ, ഇവരാകെ ഓടി ഓടി അവശനിലയിലായല്ലോ. വേഗം നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം. ഇവർക്ക് ബോധം കിട്ടൂ. ഹണി, വേഗം വാ, നമുക്ക് അകത്തേക്ക് കൊണ്ടുപോവാം. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നിങ്ങൾ മനുഷ്യനെ പോലെ 2 കാലിലല്ലേ നടക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ടാണ് മൃഗങ്ങളുടെ സ്വഭാവം നിങ്ങളിൽ വരാത്തത്. ശരി, വേഗം 4 കാലിൽ നടന്നു വരൂ. എന്നിട്ട് പറയൂ മ്യാവ് മ്യാവ് ബൗ, മ്യാവ് മ്യാവ് ബൗ. മിയാ മിയാ ബൗ. അയ്യോ, നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ എവിടെ പോയി? കൂട്ടുകാരെ, നിങ്ങൾ ആ ശബ്ദം കേട്ടോ? എനിക്ക് ആ ട്യൂട്ടറെ സംശയമുണ്ട്. വേഗം വാ, അയാൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കൊള്ളാം ഗുരുജി, നമ്മുടെ വീട്ടിലെ പാത്രങ്ങളെയും ശബ്ദം ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളെ നമിച്ചു ഗുരുജി. സംശയമുണ്ടോ? ഗുരുജി, ഇനി താങ്കൾ എന്താ പഠിപ്പിക്കുന്നേ? കൂട്ടുകാരെ,
കള്ളനെ കൈയോടെ പിടികൂടി. ബണി ഇന്നലെ സംശയം ശരി തന്നെയാണ്. ഇയാള് ഗുരുജിയല്ല, കള്ളനാണ്. ബാഗിൽ സാധനങ്ങൾ നിറച്ച് കടന്നു കളയാൻ നോക്കുകയായിരുന്നു. പിടിക്കവനെ. അവന്റെ മേഡത്തിന്റെ ആഭരണങ്ങളുണ്ട്. അവനെ വെറുതെ വിടല്ലേ. അല്ല, ഇയാൾ എന്തൊരു മണ്ടനാ. ശരിക്കും വാതിൽ തുറക്കേണ്ടത് അകത്തോട്ടാണ്. ഇയാളതേ പുറത്തോട്ടാ തുറക്കാൻ നോക്കുന്നേ. ഞാനെന്തോ അബദ്ധം പറഞ്ഞെന്നാ എനിക്ക് തോന്നുന്നേ. ഐഡിയ. അടിക്കവനെ. ബാലി എന്താണ് എന്റെ പേര്? ഇവര് കാരണം എന്റെ ചാക്ക് പിന്നെയും കാലി. അയ്യോ. മാഡം വരുന്നതിന് മുൻപ് എല്ലാം തന്നെ ശരിയാക്കി വെക്കണം. കുട്ടികളെ, ഇതൊക്കെ എന്താ? കിച്ചണിലെ പാത്രങ്ങളെല്ലാം താഴെ വന്നത് എങ്ങനെയാ? സോറി മാഡം, ഞങ്ങൾ മ്യാവ് ആൻഡ് ബൗ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടറെ വിളിച്ചു. പക്ഷെ പകരം വന്ന ഒരു കള്ളനാണ്. നിങ്ങൾക്ക് മ്യാവും ബവും പഠിക്കേണ്ട ആവശ്യം എന്താണ്? ഞങ്ങള് ശരിക്കും മ്യാവ് മ്യാവെന്ന് കരയാറുമില്ല. സോർദാറാണെങ്കിൽ ബൗബാവെന്ന് കുരയ്ക്കാറുമില്ല. അതുകൊണ്ടല്ലേ മേഡം ടിവിയിൽ അനിമൽ ഷോ കാണുന്നത് അല്ലേ? ഞങ്ങൾക്ക് മേഡത്തിനോടൊപ്പം സമയം ചെലവഴിക്കണം. അതെ മാഡം, മാഡത്തിനോട് ഞങ്ങൾ നന്നായിട്ട് തന്നെ പെരുമാറാം. ഇനി ഞങ്ങൾ ഒരിക്കലും വഴക്കടിക്കില്ല. കൂടാതെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒത്തൊരുമിച്ച് തന്നെ ചെയ്തോളാം. ഓ കുട്ടികളെ, നിങ്ങൾ മ്യാവെന്ന് ശബ്ദമുണ്ടാക്കിയാലും ബൗന്ന് കുറിച്ചാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ നേരത്തെ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ആയിരുന്നാ മതി. ആഹാ, പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനിയും നിങ്ങൾ തമ്മിൽ തല്ലുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പിണങ്ങും. ആഹാ, ഇനി ഞങ്ങൾ തല്ലുകൂടില്ല മാഡം. പിന്നെ സോർദാറെ, പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോ തെരുവ് നായ്ക്കൾ എങ്ങനെയാ കുരയ്ക്കുന്നേ? ബാവൂ, ഭാഗ്യം, ഇപ്പൊ ബൗന്നെങ്കിലും പുറത്തോട്ട് വരുന്നുണ്ടല്ലോ.